പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിഷ്ണു പുരാണത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 18 മഹാപുരാണങ്ങളിലെ ഒരു മഹാപുരാണമാണല്ലോ വിഷ്ണു പുരാണം. അപ്പോൾ ഈ വിഷ്ണു പുരാണം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ഹിന്ദുവിൻ്റെയും കടമയായിട്ട് കാണണം. കാരണം ഇതിലാണ് എങ്ങനെയാണ് നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, ഇനി എന്താണ് പ്രപഞ്ചത്തിന് സംഭവിക്കാൻ പോകുന്നത്, കലിയുഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്, പിന്നീട് മഹാപ്രളയം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വേണ്ട സകല ചരാചരങ്ങളും എന്തിൽ നിന്നാണ് ഉണ്ടായത്, എങ്ങനെയാണ് 14 തലങ്ങൾ ഉണ്ടായത് എന്നൊക്കെയാണ് ഈ വിഷ്ണു പുരാണത്തിൽ പറയുന്നത്. പരാശര മുനി മൈത്രേയ ഋഷിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് വിഷ്ണു പുരാണം. തുടക്കത്തില് പ്രപഞ്ചത്തിന്റെയൊക്കെ തുടക്കത്തില് ഭൂമിയെന്നോ ആകാശമെന്നോ സമയമെന്നോ ചന്ദ്രനെന്നോ സൂര്യനെന്നോ അങ്ങനെ വേണ്ട ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചമാകുന്ന ഒരു മഹാസമുദ്രം. ആ സമുദ്രത്തിൽ രണ്ടേ രണ്ടാളുകളാണ് ഉണ്ടായത്. അതായത് അനന്തശയനനായിരിക്കുന്ന മഹാവിഷ്ണുവും അനന്തനുമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. മഹാവിഷ്ണുവിൽ നിന്ന് പിന്നീട് മഹാശക്തി ഉത്ഭവിക്കുകയാണ്. മഹാശക്തിയിൽ നിന്ന് പ്രകൃതി ഉണ്ടായി. ആ പ്രകൃതിയിൽ പലതരത്തിലുള്ള മൂലകങ്ങൾ ചേർന്നു. അങ്ങനെ ഒരു വലിയൊരു കുമിള പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ഈ കുമിളയെയാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ഹിരണ്യഗർഭം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പ്രകൃതിയും മൂലകങ്ങളും, മഹാവിഷ്ണുവിൽ നിന്നുണ്ടായ ഈ പ്രകൃതിയും മൂലകങ്ങളും ചേർന്നിട്ടുള്ള മഹാശക്തിയിൽ നിന്നാണ് ഹിരണ്യഗർഭം ഉണ്ടായത്. ഇതിനുള്ളിലാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. പഞ്ചഭൂതങ്ങളെയും ദേവന്മാരെയും അസുരന്മാരെയും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ്. മാത്രമല്ല 14 തലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും പിന്നീടാണ്. 14 തലങ്ങൾ, 7 തലങ്ങൾ ഭൂമിക്ക് മുകളിലായിട്ടും മറ്റ് 7 തലങ്ങൾ ഭൂമിയുടെ താഴേക്കുമായിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 14 തലങ്ങൾ? സത്യലോകം, തപോലോകം, ജനലോകം, മഹർലോകം, സ്വർലോകം, ഭുവർലോകം എന്നിങ്ങനെ 7 തലങ്ങൾ മുകളിലേക്ക്. ഏറ്റവും മുകളിലത്തെ തലമാണ് സത്യലോകം. അവിടെയാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത്. ബ്രഹ്മദേവന്റെ ലോകമാണ് സത്യലോകം. സത്യലോകത്തിന്റെ അധിപതിയാണ് ബ്രഹ്മദേവൻ. ഇനി സത്യലോകത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് തപോലോകം ഇരിക്കുന്നത്. ഈ തപോലോകത്തില് ഋഷിവര്യന്മാരാണ് ഇരിക്കുന്നത്. പിന്നീട് ജനലോകം, മഹർലോകം, സ്വർലോകം എന്ന് പറഞ്ഞാൽ സ്വർഗം. പിന്നീട് ഭുവർലോകം എന്ന് പറയുന്നത് ഭൂമിയുടെ പുറത്തായിട്ടുള്ള ബഹിരാകാശത്തെയാണ് ഭുവർലോകമായിട്ട് പറയുന്നത്. ഭൂമിയെ വിഷ്ണു പുരാണത്തിൽ ജംബുദ്വീപ് എന്നാണ് പറയുന്നത്. പിന്നീട് ഭൂമിയുടെ താഴോട്ടുള്ള 7 ലോകങ്ങളുണ്ട്. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഈ 7 ലോകങ്ങൾ താഴോട്ടുമാണ് ഉള്ളത്. വിഷ്ണു പുരാണത്തിൽ പ്രതിപാദിക്കുന്ന 4 യുഗങ്ങളെ കുറിച്ച് പറയാം. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. സത്യയുഗം, ഏറ്റവും നല്ല ആളുകളും ഒരു തിന്മയില്ലാത്ത ഒരു യുഗമായിരുന്നു സത്യയുഗം. പിന്നീട് വന്ന ത്രേതായുഗത്തില് കുറച്ചു പേരൊക്കെ അധർമ്മം ചെയ്യുന്ന ആളുകളായിരുന്നു. അതായത് എങ്കിലും നന്മയായിരുന്നു കൂടുതലായിട്ടുള്ളത്. അതാണ് രാമന്റെയൊക്കെ കാലം. പിന്നീട് ദ്വാപരയുഗം വരികയാണ്. ദ്വാപരയുഗത്തിൽ നന്മയും ഉണ്ട് തിന്മയും ഉണ്ട്, രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു യുഗമായിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നല്ലോ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്. ഇനി ഇപ്പോഴുള്ള കലിയുഗം, ഇവിടെ എന്ന് പറഞ്ഞാൽ നന്മ കാണാനേ ഇല്ലാത്തൊരു യുഗമായിട്ട് കലിയുഗം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ മുന്നേ തന്നെ കൂട്ടി വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. അതായത് കലിയുഗം വരുന്നതിനെയൊക്കെ എത്രയോ മുന്നേ ഉണ്ടായ വിഷ്ണു പുരാണത്തില് കലിയുഗത്തിലെ ആളുകൾ എങ്ങനെയായിരിക്കും എന്ന് വരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവസാനം ഭരണാധികാരികൾ ജനങ്ങളെ കൊള്ളയടിക്കും. സമ്പത്തുള്ള ഒരാളായിരിക്കും ഏറ്റവും ശക്തനായിട്ട് മുന്നോട്ട് വരിക. അതുമാത്രമല്ല, സമ്പത്തില്ലാത്ത ആളുകൾ എപ്പോഴും ചവിട്ടി താഴ്ത്തപ്പെടും. അതുകൊണ്ട് കലിയുഗത്തിൽ സമ്പത്ത് ഉണ്ടാക്കേണ്ടതും സമ്പത്ത് സമാഹരിച്ച് വെക്കേണ്ടതും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കളെ കലിയുഗത്തിൽ മക്കൾ ഉപേക്ഷിച്ചു പോവും. അതുപോലെ വരൾച്ച വരും, വെള്ളപ്പൊക്കം വരും. അങ്ങനെ പ്രപഞ്ചത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഒരു മഹാപ്രളയം വന്ന് ഭൂമി ഇല്ലാതാവുകയും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, കലിയുഗ അവസാനത്തോടെ പ്രളയത്തിന് തൊട്ടു മുമ്പായിട്ട് ശംബാല എന്ന ഗ്രാമത്തില് വിഷ്ണു യശസ്സിന്റെ മകനായിട്ട് ദേവദത്തം എന്ന കുതിരയുടെ പുറത്ത് വാളുമായിട്ട് കലി അവതരിക്കും എന്നാണ് പറയുന്നത്. ശേഷം കലി ഈ ലോകത്തിന്റെ എല്ലാ തിന്മകളെയും മാറ്റിക്കൊണ്ട് പുതിയൊരു യുഗം സൃഷ്ടിക്കും. അതാണ് വീണ്ടുമുള്ള സത്യയുഗം.
ഇങ്ങനെ കാലചക്രം ഇങ്ങനെ 4 യുഗങ്ങളായി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നത്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ വരുന്നതിന് ഒരുപാട് ദശലക്ഷ വർഷം മുമ്പ് തന്നെ നമ്മുടെ വിഷ്ണു പുരാണത്തില് പരിണാമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഭഗവാന്റെ ദശാവതാരം തന്നെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉദാഹരണമാണ്. മത്സ്യാവതാരമാണ് ആദ്യത്തെ അവതാരം. അത് ജലത്തിൽ വസിക്കുന്ന ഒരു ജീവിയാണല്ലോ മത്സ്യം. പിന്നീട് കൂർമാവതാരം എന്ന് പറയുമ്പോൾ ജലത്തിലും കരയിലുമായിട്ട് അതിന് ജീവിക്കാൻ പറ്റുന്ന ഉഭയജീവിയായിട്ട് കൂർമ്മം മാറുകയാണ്. പിന്നീട് കരയിൽ മാത്രം ജീവിക്കുന്ന വരാഹാവതാരത്തിന് ശേഷം നരസിംഹാവതാരം, മൃഗവും മനുഷ്യനും ചേർന്ന, അതായത് മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് ഉണ്ടായ പരിണാമത്തെയാണ് നരസിംഹാവതാരം സൂചിപ്പിക്കുന്നത്. പിന്നീട് വാമന അവതാരം, അതായത് വളർച്ച കുറഞ്ഞ, ഒരുപാട് നീളമില്ലാത്ത, പൊക്കം കുറഞ്ഞ മനുഷ്യന്റെ സൃഷ്ടി. അതിനുശേഷം പൂർണ്ണമായ വലിപ്പമുള്ള ഒരു മനുഷ്യൻ, ആയുധം ധരിച്ചിട്ടുള്ള മനുഷ്യൻ, ആയുധം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പരശുരാമൻ. അതിനുശേഷം ധർമ്മമൊക്കെയുള്ള പൂർണ്ണ പുരുഷനായിട്ടുള്ള രാമാവതാരം. പിന്നീട് ജ്ഞാനിയും തന്ത്രജ്ഞനുമായ കൃഷ്ണ അവതാരം. ഇനി വരാനിരിക്കുന്ന കൽക്കി അവതാരം. ഇതെല്ലാം തന്നെ വിഷ്ണു പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ വിഷ്ണു പുരാണത്തിന്റെ വളരെ ഉപസംഗ്രഹിച്ചിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിഷ്ണു പുരാണത്തിന്റെ ഉള്ളിൽ അതിദീർഘമായിട്ട് വീക്ഷിക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, വിഷ്ണു പുരാണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഹാസാഗരമാണ്. അപ്പം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം പറ്റുന്ന ആളുകളൊക്കെ വിഷ്ണു പുരാണം വായിക്കാനും എന്താണ് പ്രപഞ്ചം എന്നൊക്കെ മനസ്സിലാക്കാനും ശ്രമിക്കുക. വീഡിയോ ഇവിടെ ഉപസംഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.